Hello students, let us consider the topic System Software from Module 4. What is hardware and software? Hardware, that is all the physical contents of computer are hardware. This form is given to all electrical and mechanical devices attached to the computer for the purpose of input, process and storage and output operations. അതായത് ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ആണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫിസിക്കൽ കമ്പോണൻസ്, അതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് എല്ലാ ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ഡിവൈസസും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻപുട്ട്. അതായത് ഈ ഒരു ഫോം എന്ന് പറയുന്നത് അത് എല്ലാ ഇതിലും ഇപ്പം ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, സ്റ്റോറേജിന് വേണ്ടി ഉള്ള ഡിവൈസസ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെല്ലാം ആണിത് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. A computer program is a planned step-by-step set of instructions that directs the computer what to do and how to do. ഓക്കെ, അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് പ്രോഗ്രാംസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അത് എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യണം. ആൻഡ് കമ്പ്യൂട്ടറിന്, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് എന്താ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം, അതെല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് പറയുന്നത്. Now there are types of software, that is system software, application software. Now system software എന്ന് പറയുന്നത് that is the programs directly related to the computer hardware and perform the tasks associated with controlling and utilizing the computer hardware. Okay, അപ്പോൾ ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതുപോലെ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആണത് ഈ ഒരു സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ പെർഫോം ചെയ്യുന്നത്. Then application software എന്ന് പറയുന്നത് an application is a job or task a user wants to accomplish through a computer. Application software are programs that help a user perform a specific job. അതായത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ജോബാണ് അല്ലെങ്കിൽ ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക്, അതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു ജോബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്. നൗ എങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൗ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ യൂസർ ഉണ്ട്, യൂസറാണ് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ഹാർഡ്വെയർ. അപ്പോൾ ഇതെല്ലാമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് പാർട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഇവിടെ കാണാം, ഇതാണ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ആൻഡ് അതിൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് CPU, ഡിസ്ക്, മൗസ്, ദെൻ വി ഹാവ് ദ പ്രിൻറ്റർ എക്സെട്ര. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓക്കെ, യൂട്ടിലിറ്റീസ്, അതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത് കമ്പ്യൂട്ടർ ഗെയിംസ്, ദെൻ സ്പ്രെഡ്ഷീറ്റ്സ്, വേർഡ് പ്രോസസ്സേഴ്സ്, ഡേറ്റാബേസ്, ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ്. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. Now system software is computer software designed to operate the computer hardware, to provide basic functionality and to provide a platform for running application software. System software includes device drivers, operating systems, servers, utilities and Windows systems. System software is responsible for managing a variety of independent hardware components so that they can work together harmoniously. അതായത് ഇവിടെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണല്ലോ, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്.
ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം കൂടി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ റണ്ണിങ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവേഴ്സ്, ഓക്കെ, ആൻഡ് കുറേ എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം മാനേജ് ചെയ്യാൻ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് പറ്റും. Let us consider the next topic of system software, that is compilers. Now what is a compiler? Compiler, that is a program that translates an executable program in one language into an executable program in another language. Typically lowers the level of abstraction, analysis and reasons about the program and architecture. അതായത് ഇവിടെ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലുള്ള ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിനെ വേറൊരു ലാംഗ്വേജിൽ ഉള്ള ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഗ്രാമിനെ കുറിച്ച് അനലൈസ് ചെയ്യാനും ആർക്കിടെക്ചറിനെ കുറിച്ച് അനലൈസ് ചെയ്യാനും അതെല്ലാം ഈ ഒരു കമ്പൈലറിന് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് കമ്പൈലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഓഫ് പ്രോഗ്രാം റിട്ടൺ ഇൻ എ സോഴ്സ് ലാംഗ്വേജ് ഇൻ ടു എ സിമാൻറ്റിക്കലി ഇക്വാലൻറ്റ് പ്രോഗ്രാം റിട്ടൺ ഇൻ എ ടാർഗറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പൈലേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസ്ലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോഴ്സ് പ്രോഗ്രാം ഉണ്ടാവും, ഓക്കെ, കമ്പൈലർ യൂസ് ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ടാർഗറ്റ് പ്രോഗ്രാമിലേക്ക്. ആൻഡ് ദർ മേ ബി എറർ മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യും. ദെൻ ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് പ്രോഗ്രാം ആയിരിക്കും അത് കൺവേർട്ട് ചെയ്യുന്നത്. Then we have next topic, that is interpreter. Now we say that a computer program that executes the instructions written in a programming language and do not produce the executable file. Okay, interpreter checks the keywords of a program taking one instruction at a time and converts into machine language before taking upon the next instruction. അതായത് ഇവിടെ ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് it will execute the instructions written in a programming language. Okay, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാം, അതായത് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു ഇൻസ്ട്രക്ഷൻസ്. ആൻഡ് എക്സിക്യൂട്ടബിൾ ഫയൽ പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെക്സ് ദ കീവേഡ്സ് ഓഫ് എ പ്രോഗ്രാം ചെക്ക് ചെയ്യുന്നു. ഓരോ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു, അത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾസ് ഓഫ് ഇൻ്റർപ്രറ്റർ ബേസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് PHP, JavaScript, BASIC. ഓക്കെ, ദീസ് ആർ ദ ഇൻ്റർപ്രറ്റർ ബേസ്ഡ് ലാംഗ്വേജസ്. ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പെർഫോമിംഗ് ദ ഓപ്പറേഷൻസ് ഇംപ്ലൈഡ് ബൈ ദ സോഴ്സ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ സോഴ്സ് പ്രോഗ്രാം ആൻഡ് ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ ഇൻ്റർപ്രറ്റർ വിൽ ചെക്ക് ദ ഓരോ കീവേഡ്സ് ചെക്ക് ചെയ്ത് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി പ്രൊവൈഡഡ്. Then next is the assembler. An assembler is a type of computer program that interprets software programs written in assembly language into machine language, code and instructions that can be executed by a program. An assembler enables software and application developers to access, operate and manage a computer's hardware architecture and components. An assembler is sometimes referred to as compiler of assembly language. It also provides the services of an interpreter. അതായത് നേരത്തെ പറഞ്ഞ ഈ അസംബ്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാരണം കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, സോ ഇപ്പം ഒരു പ്രോഗ്രാമർ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമർ ചിലപ്പോൾ അസംബ്ലി ലാംഗ്വേജിലായിരിക്കും പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലറാണ്. ഓക്കെ, ആൻഡ് ഓൾസോ കോഡ്സ് എല്ലാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കൺവേർട്ട് ചെയ്യുന്നു മെഷീൻ ലാംഗ്വേജിലേക്ക്. ആൻഡ് ഈ ഒരു അസംബ്ലർ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആർക്കിടെക്ചർ കമ്പോണൻസ് അതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും യൂസിങ് ദ അസംബ്ലർ. ആൻഡ് ഇറ്റ് ഈസ് ചിലപ്പോൾ അതിനെ കമ്പൈലർ എന്നും പറയും. ഓക്കെ, ആൻഡ് ഇൻ്റർപ്രറ്ററിൻ്റെ എല്ലാ സർവീസസും ചിലപ്പം പ്രൊവൈഡ് ചെയ്യും. Assembler, that is to convert the assembly language into machine code, നേരത്തെ പറഞ്ഞു, translate the mnemonic operation codes to their machine language equivalents,
assigning machine addresses to symbolic labels. അപ്പോൾ ഇവിടെ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ന്യൂമോണിക്, അതായത് ഇപ്പോൾ ഓരോ അസംബ്ലി ലാംഗ്വേജിനും ന്യൂമോണിക് കോഡ് ഉണ്ടാവും, ഓപ്പറേഷൻ കോഡ്സ്. ആ കോഡ്സിനെ മെഷീൻ ഇക്വാലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മെഷീൻ അഡ്രസ്സസിനെ symbolic labels ആയിട്ട് അസൈൻ ചെയ്യുന്നു. So we see that source program, that is mnemonic opcode or symbol, that will be taken by the assembler and it will be converted to the object code. Now working of assembler, that is programmer writes a program using a sequence of assemble instructions. This sequence of assembly instructions known as source code, source program, then specified to the assembler program. When that program is started, it translates a source code into machine language. Output of assembler program is called the object code or the object program. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമർ എഴുതുന്ന സമയത്ത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എഴുതും. അത് സീക്വൻസ് ഓഫ് അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ആ സീക്വൻസ്, അതായത് സീക്വൻസ് ഓഫ് അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാമാണ്, സോഴ്സ് കോഡാണ്. അതിനെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, അതായത് then specified to the assembler program when that program is started, it translates the source code to machine ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ഔട്ട്പുട്ട്, അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കോഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാം. Now if we compare the three, that is we have seen compiler, interpreter and assembler. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ the software, that is software that converts the programs written in a high level language to machine language, അതാണ് compiler. And so software that translates the high level language to machine language, interpreter. പക്ഷേ അസംബ്ലർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് ദ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ദ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ആ ഡിഫറൻസ് ആണ്. ദെൻ ഇഫ് യു കൺസിഡർ കമ്പൈലർ, ദാറ്റ് ഈസ് കൺവേർട്സ് ദ ഹോൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് എ ടൈം. ആൻഡ് ഇവിടെ പക്ഷേ ലൈൻ ബൈ ലൈനാണ് ഇൻ്റർപ്രറ്ററിൽ കൺവേർട്ട് ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ കോഡ്. ദെൻ അസംബ്ലർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ കൺവേർട്ട് ദ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു മെഷീൻ കോഡ്. Now it is compiler is used by C++, and interpreter used by Ruby, Perl, Python, PHP, etc. and assembler used by assembly language. Next is linker. We say that linker is a computer program that links and merges various object files together in order to make an executable file. All these files might have been compiled by separate assembler. The major task of linker is to search and locate the referenced module or routines in a program and to determine the memory location where these codes will be loaded, making the program instruction to have absolute reference. അതായത് ഇവിടെ നമുക്ക് ലിങ്കർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് which will link and merge, അതായത് കുറേ ഒബ്ജക്റ്റ് ഫയൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഫയൽസിനെല്ലാം ലിങ്ക് ചെയ്ത് മേർജ് ചെയ്ത് ഒരു എക്സിക്യൂട്ടബിൾ ഫയലായി മാറ്റും. ആൻഡ് they might have been compiled by separate assembler. ഈ ഫയൽസ് എല്ലാം സെപ്പറേറ്റ്ലി അസംബ്ലർ വെച്ച് കമ്പൈൽ ചെയ്തതായിരിക്കാം. അതാണ് എല്ലാം മെർജ് ചെയ്ത് ലിങ്ക് ചെയ്യുന്നത്. And the major task of linker is to search and locate the modules in a program, determine the memory location. അതായത് ഒരു മൊഡ്യൂൾസിനെ സെർച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ അതായത് എവിടെയാണ് ഈ കോഡ്സ് ലോഡ് ചെയ്യേണ്ടത് ആ മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആൻഡ് മേക്കിംഗ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു ഹാവ് ആബ്സല്യൂട്ട് റെഫറൻസ്. ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗർ കാണാം. അപ്പോൾ ഇതാണ്, അതായത് കമ്പൈൽ, assemble and link, okay, to executable. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ഫയൽസ് എല്ലാം അസംബ്ലർ വെച്ച് ഒബ്ജക്റ്റ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് ഫയലിനെയാണ് ലിങ്ക് ചെയ്യുന്നത്, എല്ലാം മെർജ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അത് എക്സിക്യൂട്ടബിൾ ഫയലായി മാറ്റുന്നു. അതാണ് ലിങ്കറിൻ്റെ ഫങ്ഷൻ. ഓക്കെ, then we have the loader. Now loader is a part of the operating system and is responsible for loading executable files into memory and execute them. It calculates the size of the program and creates the memory space for it. It initializes various registers to initiate the execution. അതായത് ഇവിടെ ലോഡറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ
ലോഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ എക്സിക്യൂട്ടബിൾ ലിങ്കറിൽ നിന്ന് എക്സിക്യൂട്ടബിൾ ഫയലായി കിട്ടുമല്ലോ, ആ ലിങ്കറിൽ നിന്നുള്ള എക്സിക്യൂട്ടബിൾ ഫയൽസിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയലിന് ഒരു സൈസ് ഉണ്ടാവുമല്ലോ, ആ സൈസ് അതായത് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റേൻ്റെ ഒരു സൈസ് ഉണ്ടാവും, അത് അനുസരിച്ച് ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾസോ വേരിയസ് രജിസ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി രജിസ്റ്റേഴ്സ് വേണം, രജിസ്റ്റേഴ്സിനെ ഇനീഷ്യലൈസും ചെയ്യുന്നു. സോ വി ക്യാൻ സീ ഇൻ ദ ഫിഗർ സോഴ്സ് പ്രോഗ്രാം ഉണ്ട്, അസംബ്ലർ വെച്ച് അത് ഒബ്ജക്റ്റ് പ്രോഗ്രാമായി കൺവേർട്ട് ചെയ്യുന്നു. ദെൻ വി ഹാവ് ലിങ്കർ ആൻഡ് that is then converted to executable code. Then we have the loader which will load it into the memory. ഇനി നമുക്ക് കമ്പൈലർ വേഴ്സസ് ഡീബഗർ എന്നൊരു ഡിഫറൻസും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. ദാറ്റ് ഈസ് compiler, we say that it is the software that transforms the computer code written in one programming language to another programming language, whereas one programming language എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. whereas debugger എന്ന് പറഞ്ഞാൽ computer program that helps to test and debug other programs or target programs. Okay, ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഡീബഗർ. Then compiler translates the source code to machine code so that it can be executed by the computer, whereas debugger helps to identify the errors in a program and to fix them. Okay, ആ ഒരു ഡിഫറൻസ് ആണ്. that is compiler എന്ന് പറയുന്നത് സോഴ്സ് കോഡ് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു so that it can be executed by the computer, whereas debugger എന്ന് പറഞ്ഞാൽ എറേഴ്സിനെ കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ അത് കറക്റ്റും ചെയ്യുന്നു. So this is about the system software.